അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉമ്മ അതാ വിളിക്കുന്നു, മോനെ നവാസേ. ഇവനിത് എവിടെ പോയി കിടക്കുക? നവാസ്. എന്ത് ഉമ്മമ്മ, ഉപ്പച്ചിയോടെ ഉറങ്ങിക്കണേ? നവാസിൻ്റെ മോള് വന്ന് പറഞ്ഞു. ആ, ഉപ്പച്ചിനോട് ഇനി ഉറങ്ങാൻ പറ്റില്ല കുറച്ച് ദിവസം. അതെന്ത് ഉമ്മമ്മ, ഉപ്പച്ചിക്ക് ഉറങ്ങാൻ പറ്റൂലേ? അല്ല പൊന്നു മോളെ, തിരക്കാണ്. ഇനിയിപ്പോൾ ദിവസമില്ല, പറഞ്ഞു വെച്ച ദിവസം ഇപ്പം എന്നാ? നോമ്പ് 29-ന് നിക്കാഹ്, അല്ലെങ്കിൽ 30-ന് പെരുന്നാൾക്ക് ഇങ്ങോട്ട് പുതിയണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ പോനൊരു ചൂടൊന്നുമില്ല ഞാൻ കാട്ടുക. എത്രയും സാധനം, മഹർ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, ഈ കണ്ടതൊക്കെയും വാങ്ങാണ്ട്. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഉമ്മ എന്താ പറയുന്നത്? എന്താ ഷാമോനെ, ഞാൻ തന്നെ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങണം, എന്താ നിങ്ങൾ ആരും ഇതിനങ്ങോട്ട്? ഉമ്മ പെയിൻറ്റിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ പൊന്നു മോനെ, ദിവസമില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് എത്ര നോമ്പ്? ഇന്ന് എത്ര? ഒന്ന് പറഞ്ഞായേ. ഇനി 8 ദിവസം തയ്ച്ചുണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെണ്ണിനുള്ള മഹർ എടുക്കണം, ഡ്രസ്സ് എടുക്കണം, അതൊക്കെ ചെയ്യാനുള്ളതല്ലേ. നിക്കാഹ് കഴിച്ച് പെരി നിർത്തില്ലല്ലോ, അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണേ. എന്താപ്പോ തീരെ ഒരു ബോധമില്ല ഞാൻ കാട്ടുക. മോള് നേരെ മുകളിലത്തെ റൂമിലേക്ക് ചെന്ന് പറഞ്ഞു, ഉപ്പച്ചി ഉപ്പച്ചി, ഉമ്മമ്മ വിളിക്കുന്നുണ്ട്. ഉമ്മമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ഉപ്പച്ചിനെ. ഉമ്മയാ? പെട്ടെന്ന് നവാസ് അതാ താഴേക്ക് ഓടിച്ചിരുന്നു. ഉമ്മ എന്താ എന്താ എൻ്റെ പൊന്നാരൻ നവാസേ, എൻ്റെ കല്യാണമാണല്ലോ, 8 ദിവസം തയ്ച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന്. കാര്യം ഒക്കെ ശരി തന്നെയാണ്, 2ാം കെട്ടും കാര്യമൊക്കെ തന്നെ ആയിക്കോട്ടെ. എന്നാലും ആ കുട്ടിക്ക് ഒന്നാമത്തെ ഉള്ളത്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ചൂടില്ലാഞ്ഞല്ല അങ്ങനെ. എന്തുമ്മ, ഇനിയുണ്ടല്ലോ ദിവസം. എവിടെ ദിവസം? ഇനിയിപ്പോൾ എന്തെങ്കിലും കടിപ്പിക്കാൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ നേരെ കിട്ടും എൻ്റെ പൊന്നാര മക്കളെ. എന്താ എടാ ഷാമോനെ, ഒന്ന് പോയി കൊടുത്താണി. എങ്ങോട്ട്? എന്താപ്പോൾ എന്തൊക്കെയാണ് വാങ്ങാണ്ട്? നിങ്ങളെ പണിയും ഡ്യൂട്ടിയും ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കേ. ഞാൻ തീരെ വണ്ടി ഒന്ന് ഒരുങ്ങി. ഇനി ഒരു 5-6 ദിവസം ലീവ് എടുത്തോളൂ എല്ലാവരും. ആരും പോകണ്ട ഷോപ്പിക്കും ഓഫീസൊക്കെ ഒന്നും. ഉമ്മ നമുക്ക് 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോയെടുക്കാം. പൊന്നു മോനെ, എന്താ ഇത്? അതൊക്കെ തിരഞ്ഞായി കിട്ടിയിട്ട് വേണം. ഇപ്പോൾ സീസണാണ്, എങ്ങനെ കിട്ടുക എനിക്ക് അറിയണില്ല റബ്ബേ. ആ പെണ്ണിനെ. മോനെ നവാസേ, നമുക്ക് ആ പെണ്ണിനോട് കൊണ്ടുവന്നാലോ? എന്നിട്ട് നിക്കാഹിനുള്ള ഡ്രസ്സ് ഓളനാണ് സെലക്ട് ചെയ്തോട്ടെ. ഉമ്മ ആ വേണ്ട ഉമ്മ, എന്തായാലും നിക്കാഹാണ് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ അവളെ പോയിട്ടൊക്കെ എടുക്കുക. അതല്ലമ്മ നല്ലത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ഒരുങ്ങണം, അതുള്ളൂ എനിക്ക്, വേറൊന്നുമില്ല. ഉമ്മക്ക് ആകെ ബേജാറ്. ഉമ്മ ഇനിയുണ്ടല്ലോ ദിവസം. നമ്മൾ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് പെരുന്നാളിനല്ലേ? നിക്കാഹ് തലേ ദിവസം അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? ആ മോനെ, എന്താ മോനെ, ദിവസം ഉണ്ടോ? എൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണത്തിനൊക്കെ എന്ന് ഒരുങ്ങേണ്ടതാണത്. ഉമ്മ വീട് സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ് മുകളിലത്തെ റൂമും കാര്യങ്ങളും, സീലിംഗ് വർക്ക് കാര്യങ്ങൾ, ജിപ്സം വർക്ക്, അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആയിക്കോട്ടെ, മറക്കാഞ്ഞാൽ മതി. എനിക്കാകെ ബേജാറാണ്. അപ്പോൾ തന്നെ അതാ ഉമ്മ നേരെ റജിത്താക്ക് വിളിക്കുന്നു. ഹലോ റജിന. താത്ത അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താത്ത എന്തായി, ഡ്രസ്സ് എടുക്കലൊക്കെ തുടങ്ങിയോ? ഇല്ലേ, ഈ മക്കൾക്കാണെങ്കിൽ തീരെ ഒരു ബോധം ഇല്ല. ഞാൻ എന്തത് കാട്ടുക? വീട് പെയിൻ്റ് അടുപ്പിച്ചുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒന്നും ഓൽക്ക് നോ പ്രോബ്ലം. ഓൽക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞ് ശരിയാക്കിച്ചാണ്. ഞാൻ പറഞ്ഞു പഴയതൊക്കെയാണ് മാറ്റിക്കാളാം. കാരണം എന്താ, ഓള് ആ ഫസീലൊക്കെ ഇടുന്നതും ഫസീലാൻ്റെതും ഒന്നും വേണ്ട. ഓളങ്ങനെ ഇട്ട് പോയതല്ലേ, നമ്മളെ വേണ്ടാതെ ഓള് പോയി. അപ്പം പിന്നെ ഓളുടെക്കാണ് നമുക്ക് മാറ്റിയെടുക്കല്ലേ നല്ലത്. മരിച്ചു പോയിക്കാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും ഓളെ പറ്റി. ഇതല്ലല്ലോ, ഈ 2 പിഞ്ച് പൈതങ്ങളെ വിട്ടിട്ടല്ലേ ഓള് പോയത്. ഇട്ടെറിഞ്ഞ് പോയില്ലേ ഓളെ പുതിയാപ്പിള്ളി മക്കളൊക്കെ വിട്ടെറിഞ്ഞ്. പിന്നെ ഓളെ സാധനം നമുക്ക് എന്തിനാണ് വേണ്ട. ഞാൻ നവാസിനോട് പറഞ്ഞു, പൊന്നാരൻ്റെ നവാസേ, ഓളെ ഒരു കാര്യം എടുക്കല്ലേ കേട്ടോ. നിസ്കാരക്കുപ്പായായാലും ഓളെ ബെഡ്ഷീറ്റ് ആയാലും ഓളെ മാക്സി ആയാലും ഡ്രസ്സായാലും എന്തൊക്കെ തന്നെ, ചീർപ്പ്, സോപ്പ്, പൗഡർ, ഓളെന്തൊക്കെ ഉപയോഗിച്ച് ഒന്നും ഇവൾക്ക് വേണ്ട. അതൊക്കെയാണ് മാറ്റി വെക്കുക. അഥവാ ചോദിച്ച് വരും, ഓളെ മടിക്കൂല. എൻ്റെ സാധനം എവിടെ, അല്ലെങ്കിൽ എൻ്റെത് എവിടെ ചോദിക്കും. വരാൻ മടിക്കാത്ത പെണ്ണാണ് ഓള്. എന്തൊരു ധൈര്യക്കാരത്തിയാ. അതുകൊണ്ട് ഓള് വരും. അതൊക്കെയാണ് മാറ്റി വെച്ചാളാ. ഇവൾക്ക് ഒക്കെ പുതിയത് നമുക്ക് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞേക്കണേ.
നല്ല ഒരു പയക്കും ഇല്ലാതെ നല്ല നല്ല വിലപിടിപ്പുള്ള എത്ര ചുരിദാർ, കുറച്ചൊന്നല്ല. അതിപ്പോൾ ഇത്ര 2000, 3000, 4000 കുറഞ്ഞ ഡ്രസ്സുകൾ എടുക്കൂലല്ലോ. അങ്ങനെ ആ അൽമറൊക്കെ ഒന്ന് വന്ന് നോക്കണ്ടേ ജി. നല്ല നല്ല പുതിയ പുതിയ ചുരിദാറുകൾ, അത് നല്ല മോഡലുകൾ ഒക്കെ വാങ്ങിക്കൂട്ടി വെച്ചേക്കണം. ഞാൻ പറഞ്ഞ ഒന്നും തൊടണ്ട, അതൊക്കെയാണ് മാറ്റി വെച്ചാളാ. 3 റൂമുണ്ടല്ലോ, ഒരു റൂമൊക്കെ ഉള്ള സാധനങ്ങളുടെ ആക്കിക്കോട്ടെ. അല്ല അപ്പോൾ ഈ കുട്ടി ഇത് വന്നുകാണ്ട് അഥവാ ഓളുടെ ഇട്ടൊക്കെ ചെയ്താലോ എൻ്റെ അമ്മ പറയേണ്ടി വരൂല. അള്ളാഹു കാക്കട്ടെ ഓളെ ഷെറിനെ തൊട്ട്. അപ്പം അതിനനുസരിച്ച് അതൊക്കെ ഓളുടെക്കാണ് മാറ്റി വെച്ചേക്കണ്. ഒഴിവാക്കിയിട്ടില്ല, പുറത്തേക്ക് ഇട്ടിട്ടില്ല, ഒരു റൂമൊക്കെയാണ് മാറ്റി വെച്ചേക്കണ്. ഓളെന്നാ വരുന്നത് അതിനനുസരിച്ച് ആണ് കൊണ്ടുപോയിക്കോട്ടെ. അല്ലാണ്ട് ഒഴിവാക്കി കളയണം, കുറച്ചൊക്കെ കാക്കുക. എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സാണ് ഓൾ അൽമറയിൽ എന്നോ. ഞാൻ മരുക്കളുടെ നോക്കണ പരിപാടി എനിക്കില്ല. പക്ഷേ ഞാൻ ഓനെ വിളിച്ചപ്പോൾ കാണിച്ചു തന്നു. ഉമ്മ അവിടെ വന്ന് നോക്കി, ഇതൊക്കെ എന്താ ഞാൻ കാട്ടുക. അങ്ങനെ പൊന്നാരൻ്റെ റേജ് ഞാനൊന്നവിടെ കയറി ചെന്നു. അപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നതൊക്കെ എങ്ങനെ വാങ്ങിക്കൂട്ടിയതാവോ, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൊറിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വരുന്നേ കാണാം. ഞാൻ ചോദിക്കലുമില്ല, പറയലുമില്ല. ഓൾക്കായിട്ട് എന്നോട് പറയാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ അപ്പം പറഞ്ഞു, നവാസേ ഒന്നും തൊടണ്ട, അതൊക്കെയാണ് മാറ്റി വെച്ചാളാ. റൂം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ നല്ല മട്ടത്തിലൊന്ന് ആക്കിക്കോ, അങ്ങനെ പറഞ്ഞത്. അല്ല അപ്പം നമ്മളെന്താ കാട്ടുക. എന്നാൽ ഈ സമയം അതാ നവാസ് ഷമ്മസേ ഡാ എന്തൊക്കെയാ അല്ലടാ എന്നാ ഗോൾഡ് എടുക്കാൻ പോകേണ്ടത്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാര്യമായി ഷമ്മാസിനോട് തന്നെയാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. കാരണം ഷമ്മാസ് അതിനനുസരിച്ച് ഒരു ഉത്തരം നൽകിയിരിക്കും. ഇക്ക അത് നമുക്ക് എന്തൊക്കെ തന്നെ ഉമ്മ പറഞ്ഞ പോലെ ദിവസമേ ഇല്ല. ഉമ്മക്കാണെങ്കിൽ ആകെ ബേജാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ അങ്ങ് ലീവാക്കി പോയാലോ മോനെ. എടാ അങ്ങനെ ചെയ്യാം അല്ലേ. അല്ലേക്ക ക്യാഷ് അതൊക്കെ അത് നോ പ്രോബ്ലം, അതൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇല്ല ചേച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. എൻ്റെ അടുത്തുണ്ട് കേട്ടോ. വേണ്ടടാ, എൻ്റെ കയ്യിലുണ്ടല്ലോ, അതൊന്നും വിഷയമല്ല. പിന്നെ ഇക്ക ഗോൾഡ് എടുക്കുമ്പോൾ ഒരു സെറ്റായിട്ട് എടുക്കാനല്ലോ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ അവൾക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ അതൊക്കെ എങ്ങനെ വെച്ചാൽ ഷമോനെ നീ ഉണ്ടല്ലോ, നീ ഉമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളെടുത്ത് എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, ഞാനൊന്നും നോക്കാറില്ല. അല്ലേക്ക അത്യാവശ്യം കുറച്ച് ഡെയിലി യൂസിനുള്ള ഒരു സെറ്റായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. ഈ സമയം ഉമ്മ റജിനത്തയോട് അല്ല എന്നിട്ട് നിക്കാഹിൻ്റെ ഇതൊക്കെ അവർ ഓക്കെ പറഞ്ഞതാണല്ലോ, പിന്നെ ഇനിയിപ്പോൾ മാറ്റും. അതൊന്നുമില്ല താത്ത, അതൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെ എന്നാ പറയണത്. പിന്നെ മൂപ്പർക്ക് എന്ന് വെച്ചാൽ അതിമ വലിയൊരിതൊന്നുമില്ല. പെൺമക്കൾ 4 വെച്ച് കണ്ട് കെട്ടിക്കാനുള്ള ചിന്തയും കാര്യങ്ങളൊന്നും അതിനില്ല തോന്നുന്നുണ്ട്. ഒന്നാമത് കയ്യിൽ ക്യാഷില്ലായിട്ട് ഇക്കാരം. പിന്നെ ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞു കേൾക്കും. ഇവിടെ കുറേ കൂലിപ്പണി എടുത്ത് നടന്നതാണ്. പിന്നെ അവിടെയും ഇവിടെയും നമ്മളെ പുറം നാട്ടിലും തമിഴ്നാട്ടിലും അവിടെയൊക്കെ പോയി കണ്ടൊക്കെ ഓരോ പണി. ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിളൊക്കെ കുഴിച്ചിടണം ഈ മലമുകളിലൊക്കെ. ഇങ്ങനെ നല്ല പൊരി വെയിലാണ് പറഞ്ഞേക്കും. ഒക്കെ കൂലിപ്പണി, ഇവിടത്തിനേക്കാളും കുറച്ച് കൂലി കിട്ടുന്നു അങ്ങനത്തെ പറഞ്ഞത്. അവിടെയൊക്കെ പോയിട്ട് നിന്നിട്ട് അയാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ പണിയും ചെയ്യും. പക്ഷേ പൈസ ഒന്നും ഉണ്ടാവില്ല. അതന്നെ ഈ കൂലിപ്പണി ആകുമ്പോഴേ പറ്റിങ്ങോട്ട് വെയിൽ കണ്ട് കാണാൻ കഴിയാത്ത രൂപമാവും. പലപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ കയറി വരും, കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ കഴിഞ്ഞ് പോകണ്ട അതിൻ്റെ ജീവിതം. അപ്പോൾ റജിയെ ഞമ്മക്കതൊന്നും നോക്കണ്ട. ഓലപ്പാൻ്റെ പണിയും പൈസയും ഒന്നും ഞമ്മക്ക് നോക്കണ്ട. പഠിച്ച റബ്ബ് ഞമ്മക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളാണ് പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ മഹർ കൊടുക്കൽ അത് നമ്മളെ കടമയാണ്. അപ്പോൾ അതാണ് നോക്കേണ്ടത്. മഹർ കൊടുക്കാൻ കഴിവുണ്ടോ എന്നാൽ കല്യാണം കഴിക്കാന്നല്ലേ. അപ്പോൾ നവാസിന് ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കോളും. വേറെ ഒന്നും ഓല ഒരു തരി പൊന്ന് ഞമ്മക്ക് വേണ്ട. ഞമ്മക്ക് എന്തിനാ, ഞമ്മക്ക് അന്തസ്സോട് കൂടി മഹർ കൊടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും പെണ്ണിന് സ്ത്രീധനം ഞമ്മക്ക് ആവശ്യമില്ല. നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. നുസീബാക്കാണെങ്കിലും വാങ്ങിയിട്ടില്ല, ഫസീലക്കും വാങ്ങിയിട്ടില്ല. ഫസീല വന്നപ്പോൾ പിന്നെ എന്തൊക്കെ പണ്ടും ഇതൊക്കെ കുറച്ച് മുമ്പ് കഴിഞ്ഞ കല്യാണമല്ലേ, അങ്ങനെയൊക്കെ ഇറ്റ് പോന്നെ. നമ്മളെ തൊട്ടിട്ടില്ല, നമുക്കത് വേണ്ടേ. നമ്മൾ നല്ല അന്തസ്സോട് അഭിമാനത്തോടു കൂടെ അത്യാവശ്യം മഹർ കൊടുക്കും. അതല്ലേ, അങ്ങനല്ലേ വേണ്ടിയത്. ആൺകുട്ടികളാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടിയത്. മഹർ കൊടുക്കാൻ കഴിയണം, അതാണ്.
താത്ത ആയിക്കോട്ടെ എന്നാലേ ഞാൻ ഓരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞോടാ. എന്താ ഇനിയിപ്പോൾ ദിവസവും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നിക്കാഹൊക്കെ ഞാൻ പറയണത് അത് അവിടെ ഇവിടെ വെച്ചാക്കുക താത്ത. ഓഡിറ്റോറിയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലടി അത് എങ്ങനെ വെച്ചാൽ മട്ടത്തിനായിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഒരു ഓഡിറ്റോറിയം വേണ്ടില്ലേ. പിന്നെ അവിടെ കൂടുന്നവർക്ക് അങ്ങനെ കൂടും ചെയ്യാം, ഇവിടെ കൂടുന്നവർക്ക് ഇവിടെയും. അങ്ങനെ മോശമാക്കണ്ട. ഓൾക്ക് ഇപ്പം എത്രയൊക്കെ തന്നെ ആയത്തില്ല. നമുക്കിപ്പോൾ ഈ 2 കുട്ടികളുള്ള ഓൻ്റെ ഇടങ്ങാറോണ്ട് ഞാൻ ഇപ്പം ഇതിന് നിൽക്കുകയാണ്. ഓൻ്റെ ഇടങ്ങാറ് വെച്ചാൽ ഓൻ്റെ കുട്ടി, ഓൻ്റെ കുട്ടികളും മക്കൾ നോക്കലും അതൊക്കെ ഓൻ്റെ ചിലപ്പോൾ കഴിയുന്നത് ഓഫീസും ഇതൊക്കെ ലീവാക്കി നിൽക്കും. അധികമൊന്നും പോലില്ലേ മക്കളൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ നുസൈബിൻ പോകുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ, നല്ല ഇടങ്ങാറുണ്ടോ എനിക്ക്. അപ്പോൾ കാര്യങ്ങളൊന്നും ഈ ഓലോട് ഇപ്പോൾ പരൊന്നും വേണ്ട, എല്ലാ കാര്യം സെറ്റാന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും നോക്കണ്ട. ഓലോട് പ്രത്യേകമായിട്ട് ഒന്നും ഒരുങ്ങാനും പറയണ്ട, ഒന്നും വേണ്ട. ഇനി ഓഡിറ്റോറിയം ഷാമോ എടുക്കുകയാണെങ്കിൽ ഷാമോൻ എന്നെ ഇക്കാരം അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുക. നവാസിന് അത്ര വലിയൊരു പിടുത്തൊന്നും ഇല്ല. അത് ഒക്കെ ഓനെന്താ പറയണത് അതിനനുസരിച്ചാണ്. ചിലവർ അനിയന്മാരേക്കാരല്ലോ ഉഷാറ്, ഏട്ടന്മാരും ഏട്ടത്തികളും അത്ര കുറച്ച് ഉഷാറ് കുറവേക്കാറില്ല. അതേപോലെ തന്നെ ഷമ്മാസ് ഉണ്ടാവുമ്പോൾ പിന്നെ ഓനനുസരിച്ച് എല്ലാണ്ട് ആക്കി വെച്ചോളേ, ഓന് മതി. എന്നാൽ ശരി റജിയെ, എന്നാലേ ഞാൻ പണ്ടൊന്നും എടുത്തില്ല, മഹർ എടുത്തില്ല, ഡ്രസ്സ് ഞാൻ വല്ല ചീത്തറായിരുന്നു. അതിനൊരു ഇത് കാണിക്കായിട്ടേ ഓലൊരു ഉഷാറ് കാണിക്കണില്ല. ഞാനാണെങ്കിൽ ഇത് ബേജാറാകണം എനിക്ക്. എന്നാൽ ശരി റജിയെ, ഇൻഷാ അല്ലാഹ് വിളിക്കണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇനിയിപ്പോൾ പണ്ടെടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കട്ടെ, ഇജ്ജ് വരുമോ താത്ത? ഇനിയിപ്പോൾ ഈ നോമ്പിന് ഞാൻ ഇല്ല താത്ത, നിങ്ങൾ തന്നെ പിന്നെ ഷമ്മാസ് ഇല്ലേ, നുസൈബ് ഇല്ലേ, നിങ്ങൾക്കാണ് പോയാൽ പോരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോയാൽ പോരെ. ഓൾക്കറിയാലോ ഇതൊക്കെ, ഓൾക്കും വല്ലാതെ പിടുത്തൊന്നുമില്ല. ഒക്കെ ഷാമോനാടി ഇതിൻ്റെയൊക്കെ ഏജൻറ്റ്. ഓനക്ക് പിന്നെ എല്ലാത്തിനും അറിയാം. എന്ത് പെണ്ണുങ്ങൾക്കായാലും ഉമ്മാർക്കായാലും എല്ലാവർക്കും ഉള്ളത് ഓനറിയാം. ഓരോരുത്തർക്കും ഓരോ പിടുത്താണല്ലോ. എന്നാൽ ആയിക്കോട്ടെ, ഞാൻ വിളിക്കട്ടെ. എന്നാൽ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷമ്മാസും നവാസും അതാ ഉമ്മയുടെ പിന്നെ. ഉമ്മ നിങ്ങളിവിടെ ഉണ്ടേനോ? പിന്നെ നാളെ നമുക്ക് പോവാം. തന്നെ ആയിക്കോട്ടെ, മാഷാ അല്ലാഹ്. എൻ്റെ കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഉമ്മ നല്ല ബുദ്ധി തോന്നായിട്ടില്ലമ്മ. ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് സീസൺ എല്ലാം കൂടി ആയപ്പോഴേ ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, മഗ്‌രിബിൻ്റെ ശേഷമൊന്നും കടയൊന്നും ഉണ്ടാവില്ല, നമുക്ക് രാവിലെ പോകാം, അതായിരിക്കും നല്ലത്. ഏതായാലും നോമ്പിൻ്റെ അവസാനമായപ്പോഴത്തേന് എൻ്റെ കുട്ടീൻ്റെ കോളേജ് പൂട്ടിയിരിക്കണം. അവൾക്ക് ഇനി എക്സാം 3-ാം തീയതി ഒക്കെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് എല്ലാവർക്കും കൊണ്ട് പോവാം. നുസിയേ മോളെ. ഉമ്മ. നുസിയേ, ഉമ്മാൻ്റെ കുട്ടിക്ക് നാളെ ലീവല്ലേ? ഉമ്മ ഇനി 3-ാം തീയതിയേ ഉള്ളൂ എക്സാം. അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ നാളെ നമ്മൾ നവാസിൻ്റെ പെണ്ണുങ്ങളായിട്ടില്ല, ഓൾക്ക് സൗദക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ മഹർ എടുക്കാൻ പോകണം. അതൊക്കെ ഉണ്ട്. ഉമ്മാൻ്റെ കുട്ടി കയ്യൊന്നുണ്ടെങ്കിൽ ഉമ്മ അതിനെന്താ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുട്ടി തിരഞ്ഞ് ഒന്നുമില്ല ഉമ്മ. എന്നാൽ ആയിക്കോട്ടെ കേട്ടോ. എന്നാൽ നാളെ മറക്കല്ലേ. ഇനി അത്തായം വെച്ചുകൊണ്ട് ആരും കെടുക്കാൻ നിൽക്കണ്ട. വേഗം സുബഹി നിസ്കാരം ഓതാനുള്ളവർ ഓതുക വേഗം. ഉമ്മ അത്ര രാവിലെയൊക്കെ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയൊക്കെ തുറക്കുമോ? ഷമ്മാസിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അതും ശരിയാണല്ലോടാ. എന്നാലും 8-9 മണിയാകുമ്പോൾ തുറക്കാതെ കൂലല്ലോ. അപ്പം തുറക്കുമായിരിക്കും. ഞാൻ വിചാരിച്ചു സുബഹി നിസ്കരിച്ച പാടനെ ജ്വല്ലറിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ക്യൂ നിൽക്കണമെന്ന്. ചിന്നെ കളിയാക്കണ്ടടാ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഉമ്മാക്ക് സമാധാനിക്കണം. റബ്ബേ അല്ലാ, ഇനിയൊരു മുടക്കം ഉണ്ടാവരുതേ. ആ രാത്രി ഉമ്മ സന്തോഷത്തോടെയാണ് കിടന്നുറങ്ങിയത്. പുലർച്ചെ 4 മണിയായപ്പോഴേക്കും എല്ലാവരെയും തട്ടി വിളിക്കുന്നുണ്ട്. മക്കളെ എണീറ്റോളി. എല്ലാവരും എണീറ്റു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ കുറേ സമയം ആരും കെടുക്കാനും നിൽക്കല്ലിട്ടോ ഉമ്മ. ഞാൻ കെടുക്കാറില്ലല്ലോ, ഷമ്മാസ് പറഞ്ഞു. കുറച്ചു നേരം ഇന്ന് അതിന് നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ക്ഷീണം കൊണ്ട് എണീക്കാൻ കഴിയൂല. നിങ്ങൾ അത്തായം വെച്ച് കെടുക്കാതെ ഒരു ദിവസം നിന്ന് നോക്കി, നല്ല റാഹത്തേക്കാരൻ തടിക്ക്. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കെടുക്കണം. ഇതെന്ന് വെച്ചാൽ അപ്പം ചോറ് പള്ളിയിലായിക്കൊണ്ട് കിടന്ന റബ്ബേ വല്ലാത്തൊരു ഇടങ്ങാറേക്കാരം, വല്ലാത്തൊരു ഇടങ്ങാറും. പിന്നെ വെച്ചാൽ നീച്ചുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസം, നീച്ചാൻ തോന്നൂല, അങ്ങനെ ആയിരിക്കും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ ഉറങ്ങാതെ നോക്കി, നല്ല സുഖമായിരിക്കും. ഇന്നിപ്പോൾ ആരും ഉറങ്ങണ്ട കേട്ടോ. കാരണം എന്താണെന്നോ, ഇനി അപ്പം തട്ടിപ്പിടിഞ്ഞ് എണീറ്റ് ആയി കിട്ടി കുളിച്ച് ഫ്രഷായി ആകുമ്പോഴത്തിന് നേരം വൈകി. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഈ പെണ്ണിനേറ്റ് പോകാനുള്ളതാണ് നമുക്ക്.
ഈ പെണ്ണിനേറ്റ് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു ശ്രദ്ധ വേണം. ആ നട്ടുച്ചക്കൊന്നും അതിനെ കൊണ്ടാകാൻ പറ്റൂല. ആ മോനെ പിന്നെ ഫൈസലൊന്ന് വിളിച്ച മാനുട്ടി പെട്ടെന്ന്. അതാ ഉമ്മ ഞാൻ ഇപ്പം തന്നെ വിളിക്കണോ ഇക്ക? അതിനെന്താ ഓ കെടുക്കണേന് മുമ്പ് വിളിക്കും. ഓ വേഗം കെടുക്കുന്ന ആളാണ്. ഓ സുബി നിസ്കാരം കയ്യലുമാണ് ബുഗലും ഒപ്പേക്കാരം. പിന്നെ എപ്പോഴാണ് നെയ്ച്ചിട്ട് ആരറിഞ്ഞ് അവിടെ അങ്ങനെ കഴിഞ്ഞു പോണ്ട്. ഏതായാലും മനസ്സിൽ കരുതിയോളും വിചാരിച്ചോളൊക്കെ ആണ് പോയല്ലോ, സമാധാനമായല്ലോ. ഓൻ്റെ മട്ടം പോലെ ഞാൻ എന്താ വെച്ചാൽ വരും. ഈ വിളിച്ചാ ഉമ്മ അപ്പം തന്നെ വിളിക്കണോ? അനക്ക് കഴിയൂല, ഞാൻ വിളിക്കാം. ഉമ്മ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അതാ ഫൈസലിനെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തുമ്മ ഈ സമയത്ത്? മോനെ ഒന്നുമല്ല, ഈ പോരുന്നുണ്ടോ? എങ്ങോട്ട്? അത് സൗദ ഉണ്ടല്ലോ നവാസിൻ്റെ, ഓൾക്ക് മഹർ എടുക്കണം, ഡ്രസ്സ് എടുക്കണം. ഉമ്മാൻ്റെ കുട്ടി പോരുന്നില്ലേ? ഉമ്മ എപ്പോഴാണ്? അത് ഞങ്ങളൊരു 8-9 മണിയാകുമ്പോഴാണ് പുറപ്പെടും. അത് ഉമ്മ ഞാൻ എന്തിനാണ് വരുന്നത്? ഞാനല്ല. എന്താടാ എനിക്ക് കാണും നോക്കൊന്നും വേണ്ടേ? കുറച്ച് നമുക്ക് എടുക്കണേ, ഓൾക്ക് സ്ഥിരമായിട്ട് ഇടാനുള്ള പണ്ടങ്ങണ്ട് എടുക്കണം നമുക്ക്. മാനൂട്ടി പോന്നാണേ. പിന്നെ എന്താ ജ്വല്ലറി, പിന്നെ ഏത് പരിപാടിക്കാച്ചു കൂടുക? ഉമ്മ അതിപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ എനിക്കാണെങ്കിൽ ഇന്നിവിടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എന്നായിക്കോട്ടെ, എന്താ വെച്ചാൽ എൻ്റെ കുട്ടി കാട്ടിക്കോളി. എന്നാൽ ഞങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ വാ. ഡ്രസ്സ് എടുക്കണം, അതേപോലെ തന്നെ ഇതൊക്കെ മഹറും ഇതൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പം ഉമ്മാൻ്റെ കുട്ടി പറ്റുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഉമ്മ ഞാൻ പിന്നെ വരാം. ഞാൻ ഈവനിങ്ങിലെങ്ങാനും വരാം. ഇന്നിപ്പോൾ രാവിലെ കഴിയുമെന്ന് തോന്നില്ല. 10 മണിക്കാണ് മീറ്റിംഗ് ഉള്ളത്. ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ വിളിച്ചിട്ടേ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ മോനെ, എന്നാലും തിരക്കും ഒഴിവും കഴിഞ്ഞിങ്ങോട്ട് വാ ട്ടാ. അങ്ങനെ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. എന്താ ഉമ്മ? അല്ല ഓന് മീറ്റിംഗ് ഉണ്ട്. അത് തന്നെ. ഫൈസൽക്ക് അങ്ങനെയൊന്നും വരൂലമ്മ, വിളിച്ചിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, ഓൻ വന്നോളൂ. നിങ്ങൾ ഉണ്ടല്ലോ 2 ആൾക്കാർ. എന്നാൽ ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് വേഗം പേരിട്ടെല്ലാവരും. അവർ അത്താഴം കഴിഞ്ഞ് അവരൊക്കെ ഏതാ പള്ളിയിലേക്ക് പോകുന്നു. മോളെ നുസിയെ, എന്തോ ഉമ്മ? ഉമ്മാൻ്റെ കുട്ടി ഒന്ന് കിടന്നാളി. ഇനിയിപ്പോൾ എന്താണെന്നോ 4 മണിക്ക് നീച്ചല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇതാകണ്ട. ഓല് വരുമ്പോഴത്തിന് ഒന്നാണ്ട് വേണ്ടുമ്മ, കുഴപ്പമൊന്നുമില്ല. അല്ലേ ക്ഷീണം പറ്റേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല അത് കുഴപ്പമില്ല. എന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. ഞാൻ അധികം സമയം കിടക്കാറില്ലല്ലോ. ഞാൻ പിന്നെ പോകാൻ ടൈമായില്ലേ, അപ്പോൾ പിന്നെ കുളിച്ച് ഫ്രഷായി അപ്പോഴേക്കും സമയമായി. ഞാൻ കിടക്കാറില്ല. അല്ലേ ഇന്ന് ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞില്ലേ, ഒന്നാണ് കിടന്നാളിമാരുടെ കുട്ടി. ഇപ്പം ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കണ്ട ഈ സമയത്ത് ചിലപ്പം അത്ര നല്ലതാവില്ല. ഒന്നുമില്ലമ്മ, കുഴപ്പമില്ല. എന്നാൽ ആയിക്കോട്ടെ. അല്ലേ നമ്മൾ നല്ല കാക്കണം എന്നല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ബേജാറാണ്. ചുറ്റുഭാഗത്തും ശത്രുക്കളുണ്ട് കുട്ടിക്ക്, എൻ്റെ ഷമ്മാസിനും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കാണ്. പേടിയാണ്. എന്നും ദുആ ചെയ്യാണ്. പടച്ച റബ്ബിൻ്റെ ഒരു കാവലുമ്മൽ ഇങ്ങനെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസും നവാസും വരുന്നു. നവാസേ, ഷമ്മാസ് പോകില്ലായിരിക്കും. നവാസേ, ഇനി ഉമ്മാൻ്റെ കുട്ടി ഉറങ്ങാൻ പോകല്ലേ കേട്ടോ, ഇങ്ങോട്ട് വാ. എല്ലാവരും നല്ല വട്ടത്തിൽ കുളിച്ചൊക്കെ മാറ്റിക്കോളി. ഉമ്മ ഇപ്പോൾ തന്നെ എപ്പോഴാണ്? നമ്മൾ 9 മണിക്കല്ലേ, സമയം ആയിട്ടില്ല. 6 മണി ആയിട്ടുള്ളൂ ഉമ്മ. അതിനെന്താ മക്കളെ, വെളിച്ചം വെച്ച് വരണല്ലേ ഉള്ളൂ. എന്തായാലും വേണ്ടില്ല, കറക്റ്റ് സമയത്ത് 8-8:30 മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കണം. ആയിക്കോട്ടെ ഉമ്മ. എന്തായാലും നവാസത അവൻ്റെ റൂമിലേക്ക് പോകുന്നു. തികച്ചും മാറ്റം വരുത്തിയ അവൻ്റെ റൂം. പെട്ടെന്നാണ് അതവൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഒരു കാര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഫസീലയും ഞാനും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. അതൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. മോളെ പ്രഗ്നൻ്റാണ് അവളെന്ന്. പെട്ടെന്ന് ഗർഭിണിയായിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാത്ത ഒരവസ്ഥ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മ കാണണ്ട, ഉമ്മ ചീത്ത പറയും, ഉറപ്പാണ്. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഫസീല, എന്നാലും നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ? എന്നെ ചതിച്ച് നീ പോയില്ലടി. നിനക്ക് എങ്ങനെ തോന്നി? നീ ഓർത്തോ? നമ്മളെ മക്കളെ നീ ഓർത്തോ? പിഞ്ചു മക്കളെ വരെ ഉപേക്ഷിച്ച് നീ പോയില്ലേ?
നിൻ്റെ മനസ്സ് എന്ത് മനസ്സാടി? നിനക്കെങ്ങനെ അതിന് കഴിഞ്ഞു? ഞാൻ പോട്ടെ, ഞാൻ നിൻ്റെ ഭർത്താവാണ്. പക്ഷെ നീ നൊന്ത് പ്രസവിച്ച് നിൻ്റെ മക്കളുണ്ടല്ലോ, അവരെപ്പോലും നീ പരിഗണിച്ചില്ലല്ലോ. എൻ്റെ കുട്ടികളെ ഒരു ദിവസം പോലും ഒന്ന് കാണാൻ നിനക്കത് തോന്നില്ലേ? നിൻ്റെ മനസ്സ് എന്താടി ഇങ്ങനെ? അവൻ വിങ്ങിപ്പൊട്ടി ആ ഒരു ഫോട്ടോ എടുത്ത്, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയായിരുന്നു. ഫസീല, ഒരിക്കലും ഞാൻ ഈ ഫോട്ടോ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. നീ അത്രക്കും എന്നോട് വഞ്ചനയാണ് ചെയ്തു പോയത്. എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കാണ്. നവാസ് പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മോൾ ഉണർന്നു. ഉപ്പ കരയുന്നതാണ് അവൾ കണ്ടത്. ഉപ്പച്ചി, ഉപ്പച്ചി, എന്ത് കരയുന്നത് ഉപ്പച്ചി? ഒന്നുമില്ല മോളെ. പെട്ടെന്ന് അവൻ ആ ഒരു ഫോട്ടോ മറച്ചു പിടിച്ചു. അത് എൻ്റെ ഉമ്മച്ചിയുടെ ഫോട്ടോ അല്ലേ? നോക്കട്ടെ. പ്രസവിച്ച ഉമ്മയാണ് അവൾ ചോദിക്കുന്നത്. ആ ഫോട്ടോ ഒരു നിമിഷം അവൻ കാണിച്ചു കൊടുത്തു. ഉമ്മച്ചി ഞങ്ങളെ വിട്ടു പോയില്ലേ? ഉമ്മച്ചി എന്താ ഇങ്ങനെ? ഉമ്മച്ചി, ഉമ്മച്ചിക്ക് പകരം വേറൊരു ഉമ്മച്ചിയെ കൊണ്ടുവരാട്ടോ. അത് കേട്ടപ്പോൾ നവാസ് ഒന്നുകൂടെ വിതുമ്പി. മോൾ താഴേക്കെത്തി. ഉമ്മമ്മ. എന്താ മോളെ? ഉമ്മാൻ്റെ കുട്ടി നേരത്തെ നെയ്ച്ചല്ലെന്നേ. ഈ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വരി. ഉമ്മമ്മ ചായര. ഉമ്മമ്മ, ഉപ്പച്ചി കരയുന്നുണ്ട്. ഉപ്പച്ചി കരയേ? എന്തിന്? ഉമ്മമ്മ, ഉമ്മാൻ്റെ ഫോട്ടോ ഉണ്ട്, ഉമ്മച്ചിൻ്റെ ഫോട്ടോ ഉണ്ട്, ഉപ്പച്ചിൻ്റെയും കൂടെ നിൽക്കണ ഫോട്ടോ ഉണ്ട്. അത് കണ്ടിട്ട് കരയാണ്. എൻ്റെ റബ്ബേ, ഇനിയിപ്പോൾ അതും കൂടെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേക്കണോനെ. എടുത്ത് പുറത്തേക്ക് ഇടണ്ട അതൊക്കെ. മോനെ നവാസേ, മോനെ, ഉമ്മ അതാ വിളിക്കുന്നു. നവാസ് അത് കേട്ടു. എന്തോ ഉമ്മ? ഇങ്ങോട്ട് വന്നാ. നവാസ് വരുവാൻ മടിച്ചു. കാരണം അവന് വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കളെ ഓർത്തായിരുന്നു നവാസിന് വല്ലാത്ത സങ്കടം. പെറ്റുമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതാണ് നവാസിന് സങ്കടമായത്. നവാസേ, ഈ എവിടെ? ഒന്നുകൊണ്ട് വന്നാ? അതോ ഞാനണ്ട് വരണോ? ഞാനണ്ട് വരാം ഉമ്മ. നവാസ് പക്ഷെ വന്നില്ല. ഉമ്മ കയറി ചെല്ലുകയാണ്. ഉമ്മ കയറി ചെന്നപ്പോൾ അതാ വിങ്ങിപ്പൊട്ടിക്കരയുന്ന നവാസിനെയാണ് കണ്ടത്. എന്തിൻ്റെ കുട്ടിയെ? എന്താ എനിക്ക്? ഈ എന്തിങ്ങനെ? ഒന്നുമില്ലമ്മ. പെട്ടെന്നാണ് മോള് വന്ന് ഉമ്മമ്മ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഉപ്പച്ചി കരഞ്ഞത്. പൊന്നു മോനെ, ഇതെടുത്ത് ഒഴിവാക്ക്. ഇത് ഇവിടെ നീ വെക്കണ്ട. എവിടേക്ക് വെച്ചാൽ ഒഴിവാക്കത്? ഒരിക്കലും നീ കാണരുതിട്ടത്. ഉമ്മ അത് കേട്ടപ്പോൾ മോളുടെ ഉമ്മമ്മ, ഉമ്മച്ചിൻ്റെ ഫോട്ടോ അല്ലേ? അതെന്തിനു കളയുന്നത്? അതവിടെ നിന്നോട്ടെ. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഉമ്മച്ചിനെ കാണാമല്ലോ. ഉമ്മച്ചിനെ കാണാൻ കൊതിയാകുമ്പോഴൊക്കെ. മോളുടെ ആ ഒരു വാക്ക് അത് ഉമ്മയുടെയും നെഞ്ചിൽ വല്ലാതെ അങ്ങ് തറച്ചു. അല്ലാ, ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. ആ പൊന്നുമോളെ ഉമ്മ വാരിപ്പുണർന്ന് ചുംബിച്ചു. പൊന്നു മക്കളെ, ഭാഗ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളമ്മച്ചിൻ്റെ ഒപ്പം നിൽക്കാനുള്ള. ഞാൻ എത്രയോളം നന്നാക്കാൻ നോക്കി, കാര്യമില്ല. എൻ്റെ കുട്ടികളെന്ന് കാണാൻ പോയിട്ട് പോലും മോളൊന്ന് തിരിഞ്ഞ് നോക്കിയില്ല. സാറില്ല, നിങ്ങൾക്ക് ഉമ്മമ്മ ഉണ്ടല്ലോ. എന്തിനാണ് മോളെ അങ്ങനെ സ്നേഹമില്ലാത്ത ഉമ്മാരെ കിട്ടിയിട്ട്? ഉമ്മമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉമ്മാൻ്റെ കുട്ടികളെ നോക്കാൻ. ഉമ്മാൻ്റെ കുട്ടികൾ ഒരിക്കലും വിഷമിക്കരുതിട്ടാ. അപ്പോഴും മോനും ഉണർന്നു. ഉമ്മ അതിനെ വാരിയെടുത്തു ചുംബിച്ചു. ശരിക്കും ഉമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. റബ്ബേ, ഈ കുട്ടികൾ ഉപ്പാക്ക് മഹർ വാങ്ങാൻ പോവണിഞ്ഞ് രണ്ടാമത്തെ. അള്ളാഹുവേ, ആ പെണ്ണിൻ്റെ സ്വഭാവം നീ നന്നാക്കല്ല. കാരണം റഹ്മാനെ, പിഞ്ചു മക്കളാണ്. അള്ളാഹുവേ, സ്നേഹത്തോടെ ഇവരെ നോക്കാനുള്ള ഭാഗ്യം, ഇവരെ നോക്കാനുള്ള മനസ്സ് നീ അവർക്ക് നൽകല്ല. ആ പെണ്ണിന് നൽകല്ല. ഉമ്മ കരഞ്ഞു. നവാസും, മോനെ, ഉമ്മാൻ്റെ കുട്ടി കരയില്ല. ഇനി കരയാൻ പാടില്ല കേട്ടോ. നമ്മൾ മഹർ എടുക്കാൻ പോകണമെന്ന് സൗദക്കുള്ള ഉമ്മാൻ്റെ കുട്ടിക്ക് ജീവിതത്തിലേക്ക് ഒരു തണലായി അവളുണ്ടാവും. എനിക്ക് തോന്നുന്നുണ്ട് അവൾ നല്ല കുട്ടിയായിരിക്കും. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് നമ്മൾ എടുക്കണം മോനെ. അങ്ങനെ ആകുമ്പോഴേ ഓൽക്കൊരു ദയയും കാരുണ്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല. പഴയതൊക്കെയാണ് മറന്നാളി. സങ്കടം കൊണ്ടാണ് ഉമ്മ എന്നെന്തേ പറയണത്. അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം പഠിച്ചോൻ തരികയാണ് എന്ന് കൂട്ടിയാൽ മതി. മക്കളെ കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്തിനു ഉമ്മമ്മയും കരയുന്നത്? മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഉത്തരമുണ്ടായിരുന്നില്ല.
അല്ല, ഈ പെഞ്ചു മക്കളും ഉമ്മ മരിച്ചു പോയിക്കണ ഇത്ര വേദന ഇല്ലായിരുന്നു. പക്ഷേ ജീവിച്ചിരിപ്പുണ്ടല്ലോ. മക്കളെ ഒരിക്കൽ കൂടി കാണാൻ അവൾക്ക് ആഗ്രഹമില്ല. ജീവിച്ചിരിക്കണ്ടല്ലോ. എന്നാലും റബ്ബേ, ഇങ്ങനെ ഉണ്ടാവോ മാതൃഹൃദയം? സ്വന്തം പെറ്റ മക്കളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമില്ലാത്തവരുണ്ടാവോ? ആയിക്കോട്ടെ, ഓളെ മനസ്സ് അങ്ങനെ ആയിരിക്കും. ഇത്രയും ദിവസമായല്ലോ എൻ്റെ പൊന്നും. ആ മുല കുടിക്കുന്ന പ്രായത്തിൽ എൻ്റെ കുട്ടിനിട്ട് പോയതാണ് ഓള്. കുട്ടിപ്പതാ ഓടിച്ചാടി നടക്കണേ. എന്നാലും ഉണ്ടാവുമല്ലോ ഉമ്മ എന്നുള്ളവർ വിളി കേൾക്കാം ഒരാഗ്രഹം. അതതിനില്ലേക്കും. ഉമ്മയും നവാസും മുകളിലാണ്. അത് ഷമ്മാസിന്. നുസൈബ് പറഞ്ഞു, അല്ലിക്ക ഉമ്മ എന്തിനാ മുകളിലേക്ക് പോയത്? എന്തെങ്കിലും നവാസിനോട് പറയാണ്ടാവോ? ഒന്ന് ചെന്ന് നോക്കിയേ. എന്താന്നാവോ? ഏയ്, അങ്ങനെ ചെല്ലുന്ന മോശമാണ്. അതിപ്പോൾ ഉമ്മയോ മോനും എന്തെങ്കിലും രഹസ്യം പറയുകയാണെങ്കിലോ? നിങ്ങൾ ചെല്ലിക്ക. ഉമ്മയും മോനും നിങ്ങളിൽ അറിയാത്തൊരു രഹസ്യം ഒൽക്കില്ല. അങ്ങനെ അതാ നുസൈബയുടെ നിർബന്ധപ്രകാരം അവൻ മുകളിലേക്ക് കയറുന്നു. മാഷാ അല്ലാ, അവിടെയൊക്കെ നല്ല ഉഷാറായല്ലോ അല്ലേ? ജിപ്സം വർക്കും കാര്യങ്ങളും ഒക്കെ സെറ്റായല്ലോ. അത് പറഞ്ഞ് അവൻ നേരെ നോക്കി കലങ്ങി മറിഞ്ഞ ഉമ്മയുടെ ആ കണ്ണുകളിലേക്കാണ്. ഉമ്മ എന്തു പറ്റി? പെട്ടെന്ന് ഇക്കയുടെ കണ്ണിലേക്ക് നോക്കി. എന്തിക്ക? ഇന്നൊരു സന്തോഷ ദിവസമല്ലേ? മഹറും ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ? നിങ്ങളെന്താ ഇവിടുന്ന് കരയണത്? എന്തു പറ്റി ഇക്ക? ഉമ്മ എന്തു പറ്റി? ഒന്നുമില്ല മോനെ. ഉമ്മ അതാ ഷമ്മാസിൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്താ ഉമ്മ, എന്താ പറ്റിയത്? നമ്മളിന്ന് സന്തോഷത്തോടെയുള്ളൊരു ദിവസമല്ലേ? നമ്മളിന്ന് ഇത്താക്ക് മഹറൊക്കെ എടുക്കാൻ വേണ്ടി പോവല്ലേ? ഉമ്മ എന്തെങ്ങനെ കഷ്ടപ്പെട്ട് കരയുന്ന എന്തിനാ? മോനെ കരയല്ലടാ, മക്കൾ ആലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടം. ഓല് പോലെ ഉമ്മ ഇപ്പി മക്കളും ഈ റൂമിനുള്ളിൽ കഴിയേണ്ടതല്ലേ? ഇനിയിപ്പോൾ അത് പറ്റൂലല്ലോ. മക്കളെന്തായാലും ഞാൻ നോക്കിക്കൊണ്ട്, ഞാൻ എൻ്റെ റൂമിൽ കിടത്തിക്കൊണ്ട്. ഉമ്മ അതിനെന്താ ഉമ്മ, നമ്മളൊക്കെ അല്ലേ മക്കളെ നോക്കാൻ. എന്നാലും മോനെ വല്ലാത്തൊരു വേദന. ഈ ചെറിയ കുട്ടികളും ഒരു ഉമ്മാനും ഇപ്പാൻ്റെയും ഒപ്പം ജീവിക്കാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ? എത്രയായാലും ഓള് എളാമ്മ എന്നുള്ള പേര് തന്നെയല്ലേ വരിക? ഉമ്മ ആ ഒന്നുമില്ല, ഓള് സ്നേഹമുള്ള പെണ്ണാണ് സൗദ. നോയിക്കോളി നിങ്ങൾ ഇൻഷാ അല്ലാ. ഓലമ്മച്ച് നോക്കിനേക്കാളും കുട്ടികളെ ഓള് നോക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഷമ്മാസ് ഉമ്മയെ ആശ്വസിപ്പിച്ചു. പഠിച്ചോനെ അല്ലാ, ഞങ്ങൾ കുഴക്കല്ല അല്ലാ. എൻ്റെ കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കാൻ അവൾക്ക് തോന്നണേ അല്ലാ. ആ ഉമ്മ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഉമ്മ ഷമ്മാസിനെ കൈപിടിച്ച് കൊണ്ടുവന്നു. വരി പോന്നാണിഞ്ഞ്. ഉമ്മ ഞങ്ങളെയൊക്കെ മാറ്റി കുളിപ്പിച്ച് ഒരുങ്ങിക്കാണ്ട് ഇവിടെ വന്ന് കരയാല്ലേ? ഇക്ക മതി ഇറങ്ങിക്കോളി, നമുക്ക് പോവാ. നവാസും കണ്ണുകൾ തുടച്ചു. നല്ല ആളാ ഉമ്മ. ഞങ്ങളെങ്ങനെ ഉഷാറാക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഉമ്മ നിങ്ങൾ കണ്ണ് നിറയണ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. എൻ്റെ ഉമ്മാൻ്റെ കണ്ണ് ആര് നനയിച്ചാലും എങ്ങനെ നനഞ്ഞാലും അതെനിക്ക് പൊരുത്തപ്പെട്ട് തരാൻ കഴിയില്ല കേട്ടോ. അത് ആർക്കായാലും ഉമ്മ ഒരിക്കലും ഉമ്മാൻ്റെ കണ്ണ് നനയാൻ പാടില്ല. ഉമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഷമ്മാസ് പറഞ്ഞു. ഇല്ല മോനെ, എല്ലാം കൂടി കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ആ കുട്ടികളുടെ മുഖത്തൊക്കെ നോക്കാൻ കഴിയണില്ല എനിക്ക്. മോനെ ഇനിയിപ്പോൾ കുട്ടികളങ്ങോട്ട് താഴത്ത് കൊണ്ടുവരാം. നമുക്ക് ഇവിടെ കിടത്താം, അതായിരിക്കും നല്ലത്. എൻ്റെ കൂടെ കിടന്നോട്ടെ മക്കൾ. ഓളെത്രയെല്ലാം പുതിയണ്ണല്ലേ, ആദ്യമായിട്ട് കയറി വരല്ലേ. അപ്പോൾ ചെറുതാണെങ്കിലും ഓനെ വേറിടൂല, ഓൻ്റെ പേക്ക് എടുക്കുള്ളൂ. മോളാണെങ്കിലും അങ്ങനെ തന്നെ. അതൊക്കെ ഒന്ന് മാറ്റണം 5-8 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാ. ഉമ്മ കരയല്ലേ? വേഗം ഉമ്മ കുളി കഴിഞ്ഞോ? ഉമ്മ കുളി കഴിഞ്ഞ് പെട്ടെന്ന് പർദ്ദയിട്ടെ വരി. ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്നുണ്ട്, വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. എന്നിട്ട് വരി, വേഗം ഒരുങ്ങിക്കോട്ടെ. നവാസ്ക, നുസി മക്കളെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ പെണ്ണേ. ഇക്ക ഞാൻ ചെയ്തു തരാം. അവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റായി കൊടുക്ക്. അങ്ങനെ അതാ കണ്ണീരിൻ്റെ നനവോടു കൂടി അവരെല്ലാവരും മഹറെടുക്കുവാൻ വേണ്ടി പോകുകയാണ്. ഉമ്മ കുളിച്ച് പെട്ടെന്ന് പർദ്ദയൊക്കെ ഇട്ട് അതാ ഇറങ്ങുന്നു. ശരിക്കും ഉമ്മയുടെ മനസ്സ് അപ്പോഴും തേങ്ങുന്നുണ്ടായിരുന്നു, കൂടെ നവാസിൻ്റെയും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പേരുകൾ മാറിയിട്ടുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മളങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ അറിയാതെ 2-3 സ്റ്റോറി ഒരുമിച്ചായതുകൊണ്ട് പേര് പലപ്പോഴും മാറാറുണ്ട്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരട്ടോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി കാണാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.